കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. അറസ്റ്റിലടക്കം മോദി സർക്കാരിന്റെ പിന്തുണയുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. അറസ്റ്റ് ഭരണഘടനാ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. നരേന്ദ്രമോദി ദില്ലിയിലെ പള്ളികളിൽ ക്രിസ്മസ് ദിവസങ്ങളിൽ പോകുന്നുണ്ട്. ഒരു വശത്തുകൂടി പ്രീണനവും മറുവശത്ത് പീഡനവുമാണ്. ഇത് രണ്ട് തോണിയിൽ ചവിട്ടുന്നതിന് തുല്യമാണെന്നും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല, അടുത്ത കേക്കുമായി അവർ വരട്ടെ, അപ്പോൾ നോക്കാമെന്നും കാതോലിക്ക ബാവ. മത ആചാരങ്ങൾ നിർവഹിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിത്. ഒരു വശത്തൂടെ പ്രീണനവും മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു തോണിയിൽ ചവിട്ടുന്നത് പോലെയുള്ള സംരംഭമാണ്. അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത്. ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല, അടുത്ത കേക്കും കൊണ്ട് വരട്ടെ നോക്കാം. ജോസി ബാബു ചേരുന്നു. ജോസി, വലിയ പ്രതിഷേധത്തിൽ സഭകളെല്ലാം നിൽക്കുമ്പോഴാണ് ഓരോ പ്രതികരണങ്ങളായി വരുന്നത്. കാതോലിക്ക ബാബ ഇതുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നൽകിയ പ്രതികരണം എന്താണ്? ധന്യ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമായ കോട്ടയം ദേവലോകം അരമനയിൽ സുന്നഹദോസ് യോഗത്തിന് ശേഷം മെത്രോപൊലിത്തമാരും കാതോലിക്ക ബാബയും പുറത്തിറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം അറിയിച്ചതിനു ശേഷമാണ് മാധ്യമങ്ങളിലൂടെ ഈ വിഷയത്തിൽ കാതോലിക്ക ബാബ പ്രതികരിച്ചത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ബാബ ഉന്നയിച്ചത്. മോദി സർക്കാരിന്റെ പിന്തുണയുണ്ടോ ഈ അറസ്റ്റിലടക്കമെന്ന് സംശയമുണ്ടെന്ന് ബാബ പറഞ്ഞു. അറസ്റ്റ് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. നരേന്ദ്രമോദി ദില്ലിയിലെ പള്ളികളിൽ ക്രിസ്മസ് ദിവസങ്ങളിൽ പോകാറുണ്ട്. ഒരു വശത്തുകൂടി പ്രീണനവും മറുവശത്തുകൂടി പീഡനവുമാണ് നടക്കുന്നത്. ഇത് രണ്ട് തോണിയിൽ ചവിട്ടുന്നതിന് തുല്യമാണെന്നും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല എന്നും കാതോലിക്ക ബാബ പറഞ്ഞു. അപ്പോൾ ഈ കേക്കുമായി വിശേഷ ദിവസങ്ങളിൽ അരമനകളിൽ വരുന്ന BJP നേതാക്കളെ കുറിച്ച് ചോദിച്ചപ്പോൾ അടുത്ത തവണ അവർ കേക്കുമായി വരട്ടെ, അപ്പോൾ നോക്കാമെന്നും കാതോലിക്ക ബാബ പ്രതികരിച്ചു. ഏകദേശം 15 മിനിറ്റോളം നേരം ഈ സുന്നഹദോസ് ശേഷം ബാവയും മെത്രോപൊലിത്തമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. 30ഓളം മെത്രോപൊലിത്തമാരും ബാവയും നടത്തിയ പ്രതിഷേധം ഏറെ വാർത്താ പ്രാധാന്യവും ശ്രദ്ധയും നേടിയിരുന്നു തന്നെയാണ്. ശരി ജോസ്.